വിശദമായി യുവ ഡോക്ടറിന്റെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധമാളി പടരുന്നു. സമരം തുടരുമെന്ന് ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു. ആശുപത്രി അടിച്ചു തകർത്ത കേസിൽ 30 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് ബിജെപി ആവർത്തിച്ചു. ഇപ്പോൾ ഡൽഹിയിലടക്കം വീണ്ടും സമരം ശക്തമാവുകയാണ്. പോലീസ് നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നതാണ് തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ കാണുന്നത്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, രാജ്യമാകെ ആ പ്രതിഷേധം പടരുന്നതാണ് നമ്മൾ ഇന്നത്തെ പകൽ മുഴുവൻ കണ്ടത്. രാത്രിയാകുമ്പോഴേക്ക് തലസ്ഥാന നഗരിയിൽ പോലീസിന്റെ ഒക്കെ നിർദ്ദേശം മറികടന്ന് ഡോക്ടർമാർ തടിച്ചുകൂടുന്നു, അവർ പ്രതിഷേധിക്കുന്നു എന്ന വിവരം വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം കനക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം കനക്കുകയാണ്. ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുകയാണ് ആൾക്കൂട്ടം. ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ആണ് ഇരമ്പുന്നത്. ഡോക്ടർമാരുടെ ഈ പ്രതിഷേധത്തെ തടയാൻ അല്ലെങ്കിൽ അത് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനൊക്കെ പോലീസ് നടത്തിയ ശ്രമം വിഫലമാകുന്നു. സിറ്റി കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഈ ആൾക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും അത് തയ്യാറായിട്ടില്ല. 10 മുതൽ 10:30 വരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡോക്ടർമാർ ഒത്തുകൂടുന്നത്. രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള പ്രതിഷേധം ശക്തവുമാണ്. 5 ആവശ്യങ്ങളാണ് പ്രധാനമായും ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുക, അതുപോലെ തന്നെ ശക്തമായ ഒരു നിയമം ഡോക്ടർമാരെ ആക്രമിക്കുന്നതിനെതിരെ കേന്ദ്രതലത്തിൽ ഉണ്ടാകുക എന്നത് മറ്റൊരാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർമാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ആശുപത്രികളെ വിമാനത്താവളങ്ങൾ പോലെ ഒരു സേഫ് സോണായി ഡിക്ലെയർ ചെയ്യുക, മാത്രവുമല്ല ഈ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം. പ്രധാനമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് IMA കത്ത് നൽകുന്നു. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചൊരു നിയമം അനിവാര്യമാണെന്ന് IMA വ്യക്തമാക്കിയിരുന്നു. ആ മെമ്മോറാണ്ടം, മുമ്പ് സമർപ്പിച്ച മെമ്മോറാണ്ടത്തെ വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര നിയമം വേണം എന്ന ആവശ്യം ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും, അത് കർണാടകയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബീഹാറിൽ, ജാർഖണ്ഡിൽ, മണിപ്പൂരിൽ, ഗോവയിൽ, കേരളത്തിൽ എല്ലായിടത്തും ശക്തമായ പ്രതിഷേധം ഉണ്ടായി എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നിർഭയയുടെ അമ്മയുൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. BJP മമതാ ബാനർജി രാജിവെക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ABVP നടത്തിയ പ്രതിഷേധങ്ങളിൽ മമതാ ബാനർജിയുടെ കോലം കത്തിച്ചു. ലാലു പ്രസാദും ഇത് ഒരു കാടത്വമാണ് എന്ന രീതിയിൽ ആണ് പ്രതികരിച്ചത്. അതേസമയം റാബ്രി ദേവിയാകട്ടെ ഇത് BJP രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്ന ഒരു വിമർശനം മുന്നോട്ട് വെച്ചു. മമതാ ബാനർജിയും മഹുവ മൊയ്ത്രയും ഇത് BJPയും CPMും ചേർന്ന് വ്യാജ പ്രചരണങ്ങൾ പലതും നടത്തുന്നു എന്ന് ഉള്ള ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. വാട്സപ്പുകളിലും മറ്റും നടത്തുന്ന പ്രചരണങ്ങൾ ഒന്നും ശരിയല്ല, അതിൽ പല വാസ്തവ വിരുദ്ധതയുണ്ട് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും മമതാ ബാനർജി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രതിഷേധം കനക്കുകയാണ്. കേന്ദ്രം ഇടപെടണം എന്ന് ജിതിൻ റാം മാഞ്ചിയെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ ആവശ്യപ്പെടുന്നു. ശക്തമായ പ്രതിഷേധം അലയടിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചേക്കുമോ എന്ന ചർച്ചകൾ വരെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുകയാണ്. രേണുക, തീർച്ചയായും എന്തായാലും രാജ്യവ്യാപകമായി പ്രതിഷേധം ആളിക്കത്തുകയാണ്. അത് കൂടുതൽ ശക്തമാകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.